ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലെ CI അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് SI ആ ആംബുലൻസ് ഡ്രൈവറെയും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് സാർ ആംബുലൻസ് ഡ്രൈവർ എന്ന് SI CIയോട് പറയുന്ന സമയത്ത് താൻ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താടോ അന്ന് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സാറേ, ഞാൻ അവിടെ ഇങ്ങനെ ആംബുലൻസ് ചാരി അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് 2-3 ചെറുപ്പക്കാർ വണ്ടിയുമല്ലേ 2 വീലറിൽ വരികയായിരുന്നു. ഇവിടെ അടുത്തൊരു അപകടം നടന്നിട്ടുണ്ട്, വേഗം തന്നെ ആംബുലൻസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അപകടം എന്ന് കേൾക്കുമ്പോൾ ആകെ ടെൻഷനല്ലേ സാർ ഞങ്ങളെപ്പോലുള്ളവർക്ക്. അപ്പോൾ ഞാൻ വേഗം തന്നെ ആംബുലൻസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ മൂക്കിനിടിച്ച് എൻ്റെ ബോധം കെടുത്തുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. മാസ്ക് വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് അവരാരെയും മനസ്സിലായതും ഇല്ല സാറേ എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് എന്നെ അവർ ആ വണ്ടിയിൽ തന്നെ എടുത്തിടുകയായിരുന്നു. തനിക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോധമൊന്നും വന്നായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ സാറേ, എനിക്ക് ബോധം അതിൻ്റെ ഇടയിൽ വന്നായിരുന്നു. അങ്ങനെ എന്നിട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഭാഗം ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അവന് ബോധം ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ണിങ്ങനെ തുറക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഗംഗ ആണല്ലോ ഈ ആംബുലൻസ് ഓടിച്ചിരുന്നത്. അപ്പൊ ഗംഗയോടായിട്ട് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ദേ ഇവന് ബോധം തെളിയുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് സാധാരണ ഞാൻ മൂക്കിന്റെ പാലത്തിനെ നോക്കി ഇടിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിന് ബോധം തെളിയാറില്ല. ഇവൻ എന്താ ഇത്ര വേഗം ബോധം തെളിഞ്ഞത്? എന്തായാലും ഇവനെ ഇതിൻ്റെ അകത്ത് കിടത്തണ്ട, നമുക്ക് ഇവനെ ആവശ്യമില്ല. ഒരു ഇടിയും കൂടി കൊടുത്ത് അവന്റെ ബോധം ഒന്നും കൂടിയും കിടത്തി വഴിയരികിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാം. പരിക്ക് പറ്റി കിടക്കുന്ന ആളായതുകൊണ്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചോളും, അയാളെ രക്ഷപ്പെടുത്തിക്കോളും എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. പോലീസുകാരനോട് ഈ ആംബുലൻസ് ഡ്രൈവർ പറയുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഇടിച്ചിട്ട് പിന്നെയും ബോധം കെടുത്തുന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെ എവിടേക്കാണ് പോയത്? അപ്പോൾ ആംബുലൻസ് ഇതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ അരികിലേക്കാണ് സാറെ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരി, അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ആ കൂടെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല സാറേ, അവരൊക്കെ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്കാണെങ്കിൽ ബോധവും പോയില്ല, അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞു. അന്ന് ശരി, നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ ആരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നും അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡ് പോയത് കൊണ്ട് ബോധം വരാൻ കുറച്ച് സമയമെടുത്തു, ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന വഴിയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ SI അയാൾ പോയതിന് ശേഷം SI CIയോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഇവനെ ഇപ്പം നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തിയിട്ട് ഇപ്പം എന്താ കാര്യം? അവൻ അങ്ങനെ ഒരുത്തനല്ലേ, അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കടോ, ഇത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. എന്തായാലും ഒരു പരാതി തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സത്യസന്ധമായി അന്വേഷിക്കണം. എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ പറയുന്ന സ്റ്റെഫി അവളെ ചില്ലറക്കാരിയൊന്നുമല്ല. നമ്മളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവൾ വേഗം തന്നെ മുകളിലുള്ളവർക്ക് പരാതി കൊടുക്കും. അപ്പം നമ്മൾ അന്വേഷിച്ചില്ല എന്നായിരിക്കും ആ പരാതി, അത് പിന്നെ അതിലും വലിയ പ്രശ്നമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണി വീടിൻ്റെ പുറകുവശത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ആ തൈ വെച്ച സ്ഥലത്ത് ചെന്ന് നോക്കുകയാണ്. ആ തൈയുടെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ആലോചിച്ചതിന് ശേഷം ഈ കാർത്തികേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേദിവസം വരെ ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഈ തെങ്ങും തൈ. അതിനുശേഷമാണ് ഇതിവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അതിനുശേഷം അകത്തേക്ക് പോകുന്നുണ്ട്. കിരണാണെങ്കിൽ പേപ്പർ വായിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം കിരണിൻ്റെ അരികിലേക്ക് കല്യാണി വരികയാണ്. കിരണിനോട് ചോദിക്കുന്നുണ്ട്, അല്ല കിരണാട്ടാ, അപ്പുറത്ത് നിങ്ങളൊരു തെങ്ങും തൈ വെച്ചെന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് 2-3 കൊല്ലത്തിയിട്ട് കായ്ക്കണ തെങ്ങാണെന്ന് പറഞ്ഞ് വേലി വെച്ചതാണെന്നാണ് പറഞ്ഞത്. ആ തെങ്ങും തൈയുടെ അടിയിൽ ആരെങ്കിലെയും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കിരൺ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ നീ എന്തായി പറയുന്നത്? അപ്പോൾ അല്ല കിരണേട്ടാ, ഞാൻ ആ CI പോയതിന് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഇന്നലെ. കിരണേട്ടനെ അറിയാലോ, ഞാൻ പല കാര്യങ്ങളും സ്വപ്നത്തിലാണ് കാണുന്നത്. ആ സ്വപ്നത്തിൽ ഗംഗപ്രസാദിനെ കിരണേട്ടൻ തല്ലിച്ചതയ്ക്കുന്നതും കൊല്ലുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് കണ്ടത് എന്നിങ്ങനെ പറയുന്ന സമയത്ത്, കിരണേട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും, എന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പറയാതിരിക്കല്ലേ എന്നിങ്ങനെ പറയുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട്, നീ പല കാര്യങ്ങളും നിന്റെ സ്വപ്നത്തിലൂടെ അത് നിനക്ക് തെളിവാവാറുണ്ട്, ഇതും അതുപോലെ തന്നെയാണ്, സത്യം തന്നെയാണ് നീ കണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത് കിരണേട്ടാ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കിരൺ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഓഡിറ്റോറിയത്തിൽ ആ താലി കെട്ടുന്ന സമയത്ത് ഗംഗ തോക്കുമായി നിന്നതും അതുപോലെ തന്നെ അവൻ്റെ തോക്ക് തട്ടിത്തെറിപ്പിച്ച് അവനെ പിന്നിലോട്ട് കൊണ്ടുപോയി മേളത്തിൻ്റെ ഇടയിൽ അതൊന്നും തന്നെ അറിഞ്ഞില്ല, അങ്ങനെ പിന്നിലോട്ട് കൊണ്ടുപോയി അവനെ തല്ലിച്ചതച്ചതും
അവന് കിരണിനെ തട്ടിയിട്ടിട്ട് കിരണിന്റെ കണ്ണിലിട്ട് മണ്ണ് വാരിയിട്ട് അവനെ അവിടെ നിന്നും ഞൊണ്ടി പോകുന്ന കാഴ്ചയുമാണ് കണ്ടത്. പക്ഷെ പിന്നീട് അവൻ മരിച്ചു കിടക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അതവിടെ അവിടെ ഉണ്ടായിരുന്ന ആ പാറക്കല്ലിൽ തലയിടിച്ചിട്ടാവും അവന്റെ തല അങ്ങനെ അവൻ മരിച്ചു പോയത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ശരിയാണോ? അപ്പൊ അത് എനിക്ക് കൂട്ടായിട്ട് രതീഷും അതുപോലെ തന്നെ വേലുവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാദംബരി ചേച്ചിയെ വിളിച്ചായപ്പോൾ ഈ പോലീസ് കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രതീഷ് ഏട്ടന് ചെറിയൊരു ഭയമുണ്ടെന്ന് കാദംബരി ചേച്ചി പറയുന്നു എന്നിങ്ങനെ കല്യാണി പറയുകയാണ്. അപ്പോൾ അയാൾ അന്വേഷിക്കട്ടെ, എന്തായാലും അയാൾ അന്വേഷിച്ചിട്ട് കൂടിപ്പോയാൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. പക്ഷേ എന്തായാലും എൻ്റെ ഈ അറസ്റ്റിൻ്റെ പേരിൽ ഈ ഗംഗപ്രസാദിനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുള്ളൂ, എല്ലാവർക്കും എനിക്ക് കൈ തരികയുള്ളൂ. അതുകൊണ്ട് പിന്നെ നിന്റെ ആങ്ങളെയും എൻ്റെ അമ്മാവൻ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ, അവിടെ ചെന്ന് അവർക്ക് 2 എണ്ണം കൊടുക്കണം. സ്വന്തം അമ്മ മരിച്ചിട്ട് വരെ അവനൊരു നോക്ക് കാണാൻ വരാത്ത നിന്റെ ആങ്ങളയ്ക്കും കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനാ കിരണേട്ടാ ജയിലിൽ കിടക്കുന്ന കാര്യം പറയുന്നത്? എന്തെങ്കിലും ചെയ്ത് നമുക്ക് രക്ഷപ്പെടണ്ടേ? ഇതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാനൊന്നും മാർഗമില്ല കല്യാണി. കാരണം അവനെ കൊന്നു കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ശിക്ഷ ഒന്നും കിട്ടില്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഞാൻ അവൻ്റെ ബോഡി കുഴിച്ചിടുകയാണ് ചെയ്തത്. അത് ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെയാണ്, അത് എനിക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു തെറ്റാണെന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുമ്പോൾ കല്യാണി അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ പോലീസിനെ കാണിക്കുന്നുണ്ട്. വീണ്ടും SICയുടെ അരികിൽ വന്നിട്ട് ആ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ അതിലൊന്നും കണ്ടില്ല സാറ്. 2-3 ചെറുപ്പക്കാർ ആ മതിൻ്റെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവിടെ പുറകിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ആ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ CCTV ഇല്ലാത്തത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ പുറകിൽ വെച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും ചുറ്റുവട്ടത്ത് വീടുകൾ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ CCTV ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം വാടോ എന്നും പറഞ്ഞിട്ട് CISAയും കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നേരെ പോകുന്നത് അവിടെ ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഒരു വീട്ടിലോട്ടാണ്. അങ്ങനെ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു കല്യാണം നടന്നത് നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണങ്ങൾ പലതും നടക്കുമല്ലോ സാറേ, ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല, പക്ഷേ പത്രത്തിൽ വാർത്ത കണ്ടപ്പോഴാണ് ആ കല്യാണം ഇവരുടേതായിരുന്നു എന്ന് മനസ്സിലായത്. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചേനെ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ CCTV ഇല്ലേ? അപ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ല, ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും സാറേ, വാ എന്നാ കല്യാണം ആയിരുന്നത്, വാ സാറേ എന്നാ അകത്തേക്ക് വായോ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് പോലീസിനെയും കൊണ്ട് ആ വീട്ടുകാരൻ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കല്യാണിയും കിരണും വീട്ടിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസ് വണ്ടി വീണ്ടും കിരണിന്റെ വീട്ടിലോട്ട് വരികയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞ കല്യാണി ആകെ വെപ്രാളപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വണ്ടിയെ കണ്ടിട്ട് അവർ രണ്ടുപേരും പേടിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പോലീസിന് ധാരാളം തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് പോലീസ് വീണ്ടും നമ്മുടെ കിരണിന്റെ വീട്ടിലോട്ട് എത്തുന്നത്. ഇത് കിരൺ ഗംഗയെ തല്ലിച്ചതയ്ക്കുന്ന ായിട്ടുള്ള കാഴ്ചകളൊക്കെ അതിൽ കാണും. പക്ഷേ ഒരിക്കലും കിരൺ അല്ല നമ്മുടെ ഗംഗയെ കൊന്നത്. ആ കൊലയാളിയെ കണ്ടെത്തിയിട്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ആ വീട്ടിലോട്ട് ഈ പറയുന്ന പോലീസ് എത്തുന്നത്. ആ ഒരു വിവരം പറയാനും കൂടിയിട്ടായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ കിരണിന് പോലീസ് സ്റ്റേഷനിലോ അതുപോലെ തന്നെ കോടതിയിലോ ജയിലിലോ കിടക്കേണ്ടി വരില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് അറിയാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.